ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ? എല്ലാവരും ഒരുക്കത്തിലാണെന്നറിയാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് കരോളാണ് കേട്ടോ. കൂടെ ഇന്ന് ബഹ്റിൻ്റെ നാഷണൽ ഡേയും കൂടിയാണ്. ഇന്ന് 16 17 കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്നാലും വേഗം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. നൂലപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. നൂലപ്പം പിന്നെ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇങ്ങനെ മുടക്ക് ദിവസം എല്ലാവരും കൂടി ഉള്ള ദിവസമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് ദോശ, ഇഡ്ഡലി അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ സമയമെടുത്ത് നമുക്ക് നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് നൂലപ്പം അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് നമുക്ക് ലാസ്റ്റ് വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടാവും. പിന്നെ എല്ലാ വീടുകളിലും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകണ കാരണം പിന്നെ അത്യാവശ്യം ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമേ ചോറ് വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയർ കുത്തി കാച്ചാണ് കേട്ടോ എന്താ ചെയ്തത്. ഉണക്കപ്പയർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ലപോലെ വരട്ടിയെടുക്കും. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളിയും അതുപോലെ സവാളയും ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു ചായ ലേറ്റായിട്ടാണല്ലോ ഫുഡ് കഴിച്ചത്. ഇപ്പോൾ ചായ കുടിച്ച് വന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ മക്കൾ ഏഞ്ചൽസും അതുപോലെ തന്നെ ഷെപ്പേർഡ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടീമിന് മൊത്തത്തിൽ ഒരു കാറിലാണ് കേട്ടോ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ കാറിലാണ്, അവർ വേറെ കാറിലാണ്. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് കേട്ടോ. മുഴുവനായിട്ട് കണ്ടു നോക്കി. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
പിറക്കുമെന്ന് കാതോട് കാതോര കേട്ടിരുന്നു, ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നിലച്ചിരുന്നു. നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു.